മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവൻ രാത്രിയുടെ 4-ാമത്തിൽ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. യേശുവിൻ്റെ അത്ഭുതങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട അത്ഭുതമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഈ ലോകത്തിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു അനുഭവമാണ് കണ്ടുമുട്ടുക. യേശുവിൻ്റെ പരിശുദ്ധ ജീവിതത്തിൽ പിശാച് അവനെ പല രീതിയിൽ പരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ആ നിമിഷങ്ങളിലൊന്നും അവൻ്റെ വാക്കുകൾക്കോ അവൻ്റെ പ്രലോഭനങ്ങൾക്കോ വശംവദനാകാതെ യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവയെ ജയിച്ചടക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുകയാണ്. എന്നാൽ തൻ്റെ പരിസ്ഥിതി ജീവിത കാലഘട്ടത്തിൽ അവനേതെല്ലാം മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കണമെന്ന് പിശാച് അവനെ പരീക്ഷിച്ചുവോ, ആ മേഖലകളിലെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി പുത്രൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. അവൻ കടലിന് മീതെ നടക്കുന്ന ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടലായി ഇരമ്പിയാർക്കുമ്പോൾ അതിനു മുകളിലൂടെ നടന്നു വന്ന് ഏറ്റവും ശാന്തമായി നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വെക്കുന്നവനാണ്. രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നവനും പീഡനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അട്ടിയകറ്റുന്നവനും ഒപ്പം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്ന ദിവ്യബലിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരപ്പമായി തീരുന്ന വലിയ സ്നേഹമാണ് നമ്മുടെ ഈശോയെ കണ്ടുമുട്ടുക. ആ ഒരു സ്നേഹത്തിൻ്റെ തണലിലേക്കാണ് തമ്പുരാൻ നമ്മളെ വിളിച്ചേർത്തിരിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, ദൈവസ്നേഹമാണ് എന്നെ വളർത്തുന്നത്, ആ സ്നേഹമാണ് എനിക്ക് നിത്യജീവൻ നൽകുന്നത് എന്നുള്ള തിരിച്ചറിവെത്തുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരിക. ക്രിസ്തു ശിഷ്യനായിത്തീരുന്നത് അപ്പോൾ മാത്രമാണ്. യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ യേശു പറയുന്നത് പോലെ